ക്യാപ്റ്റൻസി നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞു ലൈവിൽ. കൂടുതൽ പേരും സാബുമാൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ തൊട്ടു പുറകിലായിട്ട് ആര്യനുണ്ട്, അനുമോളുണ്ട്, നൂറയുണ്ട്. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ഫൈനൽ തീരുമാനം അറിയാനായിട്ട്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. 3 വോട്ടുകൾ വീതം നൂറയും അനുമോളും. സാബുമോൻ 6 വോട്ടുകൾ, ആര്യന് 4 വോട്ടുകൾ. ആര്യൻ്റെ സാബുമാൻ്റെയും കൂടെ അനുമോളാണോ നൂറയാണോ വേണ്ടുന്നതെന്ന് ഇപ്പം തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ആദ്യം തന്നെ നൂറ പറയുന്നുണ്ട് അനുമോളെന്ന്. നെവിനും പറഞ്ഞു അനുമോള്. ടാസ്ക് ബേസിൽ അനുമോള് തന്നെന്ന് ആര്യം പറയുന്നുണ്ട്. എല്ലാവരും അനുമോളുടെ പേര് പറഞ്ഞതുകൊണ്ട് ലാസ്റ്റ് ആദില പറയുന്നുണ്ട് ബിഗ് ബോസ് അനുമോൾ. ടാസ്ക് ബേസിൽ അനുമോള് തന്നെയാണ് വരുന്നതെന്ന് ആര്യനും വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നു. ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആര്യൻ, അനുമോൾ, സാബുമാൻ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. എന്തായാലും ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നമ്മുടെ അനുമോളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മിക്കവരും അനുമോളുടെ ആകെ 3 വോട്ടാണ് അനുമോൾക്ക് കിട്ടിയേക്കുന്നത്. ബാക്കി എല്ലാവരും കൊടുത്തേക്കുന്നത് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത് സാബുമാനാണ്. അനുമോൾക്ക് കിട്ടിയേക്കുന്ന 3 വോട്ട് ആദില, നൂറ, സാബുമാൻ ഇവരുടെ 3 പേരുടെ മാത്രമാണ്. അനുമോൾക്ക് വോട്ട് ചെയ്യാത്തത് ഷാനവാസ്, നമ്മുടെ ബിന്നി, അക്ബർ, നെവിൻ, ആര്യൻ. ഇവരാരും അനുമോൾ ക്യാപ്റ്റൻ ആവുന്ന കാണാൻ അവർക്ക് വയ്യ, അവർക്ക് പേടി. എന്താണെന്നറിയത്തില്ല, പേടിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അസൂയ കൊണ്ടായിരിക്കാം. ടാസ്കിൻ്റെ ബേസിസിലാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആര്യം കഴിഞ്ഞാൽ 2ാം സ്ഥാനം അനുമോൾക്ക് തന്നെയാണ്. ഷാനവാസ് ഉൾപ്പെടെയുള്ള ഈ ബാക്കിയുള്ളവരാരും തന്നെ അനുമോളുടെ പേര് പറയാൻ കൂട്ടാക്കിയില്ല.